ഇതൊരു സിനിമയായിട്ട് മാത്രം കാണേണ്ട ഒന്നാണ്. ഇതൊരു ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമ മാത്രമാണ്. ഇതൊരു ഡോക്യുമെൻ്ററി അല്ല. നിങ്ങൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സ്പായിൽ റെയ്ഡുകൾ അല്ലെങ്കിൽ സ്പായിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കൊച്ചി സ്പാ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന മുഴുവനും റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളായിരിക്കും. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് ആ സിനിമ പറയുന്നത്. ഇതൊരു ഇറോട്ടിക് സിനിമയല്ല. So it's been an adventure really, and yeah, I'm having a lot of fun. ഒരു കയറ് കെട്ടി തൂക്കിയിട്ട് പോലീസ് സ്പാ എന്ന് കണ്ട തിയേറ്ററിൽ റെയ്ഡ് നടത്തുമോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ട്. ഈ ഒരു മേഖലയെ ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് സമൂഹം അതാണ് ആവശ്യപ്പെടുന്നെങ്കിൽ ആവശ്യമാണ്. എൻ്റെ എല്ലാ സിനിമകളും പരീക്ഷണങ്ങളാണ്. ഈ സിനിമയും പരീക്ഷണമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ്. ഇപ്പം കമൻറ്റ് ബോക്സിലൊക്കെ ആയാലും ഒരുപാട് ആളുകൾ വന്ന് അശ്ലീലമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അവഹേളിക്കാനായിട്ട് തന്നെ. അപ്പോൾ അവരോടൊക്കെ ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളൊരു കമൻറ്റുകൾ ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഇടുന്നു. ഒരു സിനിമയുടെ പോസ്റ്റർ ഇടുമ്പോൾ തന്നെ ഈ സിനിമയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ പറയും ഇത് പൊട്ടുമെന്ന്. കമൻറ്റ് വരും, ഇത് പൊട്ടും, ഇത് കൊള്ളത്തില്ല, ഇത് ഡിസാസ്റ്റർ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് ഇറക്കിയാൽ അല്ലെങ്കിൽ ട്രെയിലർ ഇറക്കിയാൽ അത് കാണുന്നതിന് മുൻപ് തന്നെ ജഡ്ജ് ചെയ്തിട്ട് പറയുന്ന ആളുകളോട് അവർ ചിലപ്പോൾ അതങ്ങനെ പറയുന്നതാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സിനിമ ഇറക്കി വിടുക. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കമൻറ്റുകളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ തോന്നലാണെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ. അവർ കമൻറ്റല്ലേ ഇടുന്നുള്ളൂ. സിനിമ ചെയ്യുന്നത് ഞാനല്ലേ. അപ്പോൾ ആ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് കാണും. ചിലപ്പോൾ 10 പേരായിരിക്കും ആദ്യം വരിക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവരൊരു 15 പേരെ വിളിച്ചു വരുത്തും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വരാനിരിക്കുന്ന 15 പേരോട് വരണ്ടെന്ന് പറയും. അതിൻ്റെ വിധി തീരുമാനിക്കപ്പെടുന്നത് സിനിമ റിലീസ് ചെയ്ത ശേഷമാണ്. സിനിമ റിലീസേ ആവാതെ കമൻറ്റ് പറയുന്നവരോട് നമുക്കൊന്നും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നവരോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ജോലി ചെയ്തുകൊള്ളട്ടെ. നമ്മളുടെ ജോലി സിനിമ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നോക്കണം, ശ്രുതിയുടെ ജേണി നോക്കുകയാണെങ്കിൽ ഇപ്പം കോമഡി സ്റ്റാർസ് തുടങ്ങി, അതിനുശേഷം കിസ്മത്ത്, അതിനുശേഷം പിന്നെ ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ സ്പായിലെത്തിയിരിക്കുന്നു. ഈ ഒരു ജേണി എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ശ്രുതി കുറച്ചു നേരം മുന്നേ പറഞ്ഞു ഇപ്പം മറ്റ് പല ജോബുകളിൽ നിന്നും വന്ന് ഇപ്പോൾ സിനിമകളിലെത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ മെയിനായിട്ട് അത് ശ്രുതി തന്നെയാണ് ആക്ച്വലി. കാരണം വലിയൊരു ഇൻസ്പിറേഷനുമാണ് അങ്ങനെ നോക്കുമ്പോൾ സമയത്തത്. അപ്പോൾ ഈ ജേണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആക്ച്വലി റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഐ എക്സ്പ്രെസ് ബെറ്റർ ഇൻ ഇംഗ്ലീഷ് ദാൻ മലയാളം. സോ ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു സ്റ്റേ ഇൻ എ ബോക്സ്. എൻ്റെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഓൾവേസ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മെനി തിങ്സ്. ഞാൻ ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായിരുന്നു. ഞാൻ ബോംബെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ NGOസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിരുന്നു. പിന്നെ ഞാൻ മോഡലായിരുന്നു. പിന്നെ ആങ്കറിങ് കുറേ ചെയ്തു. പിന്നെ ആക്ടിങ് ചെയ്തു. സോ ഇറ്റ് ഹസ് ബീൻ ആൻ അഡ്വെഞ്ചർ. ഞാനിങ്ങനെ പ്ലാനിങ് ഇട്ട്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ബിക്കോസ് പൈലറ്റിൻ്റെ എക്സാംസ് എല്ലാം കൊടുത്തിട്ട് ഞാനെല്ലാം പാസ്സായിട്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ മുല്ല എന്ന് വന്നൊരു പടം, ലാൽ ജോസ് സാറിൻ്റെ മുല്ല എന്നെ ഓഫർ ചെയ്തത്. അപ്പോൾ ഐ വെൻറ്റ് ആൻഡ് ആക്റ്റഡ് ഇൻ ദ ഫിലിം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഫിലിം ലാൻഡ്. അപ്പോൾ ഞാൻ പൈലറ്റിങ് വേണ്ടെന്ന് വെച്ചു. ഇൻഫാക്ട് മൈ സിസ്റ്റർ ഈസ് നൗ എ പൈലറ്റ് വിത്ത് ഇൻഡിഗോ എയർലൈൻസ്. സോ വാട്ട് എവർ ഐ ട്രൈഡ്, എന്തോ എനിക്ക് ആ ഒരു പാത്തിൽ, എനിക്കൊരു ഡിഫൈൻ ചെയ്തൊരു പാത്തിൽ ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു just go through it. I wanted to experience everything. എനിക്ക് എല്ലാത്തിലും അത് ഫെയിലിയർ ആയാലും ശരി, ഞാൻ അങ്ങനെയല്ല എൻ്റെ ലൈഫ്, എൻ്റെ ജേർണി ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ് വേണം. സോ ഇറ്റ്സ് ബീൻ എൻ അഡ്വെഞ്ചർ റിയലി. And yeah, I'm having a lot of fun. And adventure ഇങ്ങനെ ചെയ്ത് നടന്ന് look where I'm sitting among some fantastic people. I'm talking to so many of you all. എത്ര ആൾക്കാരെ ഞാൻ പറയുമ്പോൾ പേഷ്യൻ്റ്ലി ഞാൻ പറയുന്നത് കേൾക്കുകയാണ്. സോ ഐ എം എ ലക്കി ഗേൾ അല്ലേ? സ്പാ എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ
അവിടെ ഒരു ബിസിനസ് വശമാണോ, അതായത് സ്പാ എന്ന ഒരു മേഖലയുടെ ബിസിനസ് വശത്തെക്കുറിച്ചാണോ അതോ അവിടെ എത്തുന്നവരുടെ മാനസിക വികാരങ്ങളെക്കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? മനുഷ്യർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് ആണ് അത്. മനുഷ്യർ, കഥാപാത്രങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് അതിനകത്ത് പറയുന്നത്. അത് കുറച്ചുകൂടെ ഡയലോഗ് ഓറിയൻറ്റഡ് ആണ്. പലതരം മനുഷ്യർ, ഇപ്പോൾ പലതരം മനുഷ്യർ തമ്മിലുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു. ഇതൊരു എറോട്ടിക് സിനിമയല്ല, ഇതൊരു മനുഷ്യർ തമ്മിൽ കാണുന്നതിനെക്കുറിച്ചുള്ള അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാവാം, അവർ തമ്മിലുള്ള കണ്ടുമുട്ടലാവാം, എൻകൗണ്ടർ ആവാം. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ, പരിചയമില്ലാത്ത മനുഷ്യന്മാർ തമ്മിൽ കാണുമ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. അതൊക്കെയാണ് സിനിമ പറയുന്നത്. ഇപ്പം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പാ കേന്ദ്രങ്ങളെല്ലാം ഒരു വിവാദം, അതായത് ഒരു വിവാദ വിഷയമായിട്ടാണ് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതി ഈ സിനിമയെ ശരിക്കും ബാധിക്കും എന്നൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നില്ലേ? കാരണം അവരെയും കൂടി ആകർഷിക്കണം, അവരെയും കൂടെ നല്ല ഒരു മോശം ഇടമല്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചാലല്ലേ ആ സിനിമ കാണാനുള്ളൊരു ഇഷ്ടം വരുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ആ ഒരു പേടിയില്ലാതെ ഇതെടുക്കാൻ കാരണം? അല്ല, അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഗ്രേ ഷെയ്ഡ് ലൈഫിലുള്ളതാണല്ലോ. എല്ലാ മനുഷ്യർക്ക് ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ ഒരു കഥാസന്ദർഭത്തിന് അത് ഗ്രേ ഷെയ്ഡിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ആളുകൾ പറയുന്നു ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണ്, ഇങ്ങനെയുള്ള ഇടമാണ് എന്ന് പറയുന്നതെന്നല്ല പറയുന്നത്. നമ്മളൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഏരിയകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏരിയകൾ, മനുഷ്യരുടെ കോൺഫ്ലിക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. മനുഷ്യരുടെ കോൺഫ്ലിക്ട്സുകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ തിരഞ്ഞെടുത്ത് അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് പറയുന്നതാണല്ലോ ഒരു ഫിലിം മേക്കറിന് അതാണ് കുറച്ചുകൂടെ ഒരു കഥ പറയാൻ എളുപ്പം. അപ്പോൾ സ്പായിൽ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ, അവിടെ അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, അവിടെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഒരു കഥയെ എടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ഇടം നമ്മൾ സൊസൈറ്റിയിലുള്ളതല്ലേ, സൊസൈറ്റിയിലുള്ള ഒരിടമാണ് അത്. അതിൻ്റെ പോസിറ്റീവ്സ് ഉണ്ട് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങൾക്കും അല്ലേ. ഇപ്പം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന മരുന്നുകൾ, ഡ്രഗ്സുകൾ, ആ ഡ്രഗ്സിനെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, ഇതിൻ്റെ ഗ്രേ ഷെയ്ഡ്സ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇത് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സാണ് ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യർ തമ്മിൽ കൂട്ടിമുട്ടാൻ സാധ്യതയുള്ളൂ അത്തരത്തിലൊരു ഇടമാണ്. അല്ലാതെ ഇതൊരു ആളുകൾ ഇവിടുന്ന് വരാൻ സാധ്യതയില്ലോ, ഇത് കാണാൻ സാധ്യതയില്ലല്ലോ എന്ന് ഒരു ഫിലിം മേക്കർ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനങ്ങനെ ഒട്ടുമേ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിലേക്കാണോ ഈ സിനിമയും കാണുന്നത്? എല്ലാ സിനിമയും പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. ഒരു പരീക്ഷയിൽ പാസ്സായിട്ട് നമ്മൾ ആ ഉത്തരങ്ങൾ മുഴുവനും പിന്നീട് എഴുതി വയ്ക്കുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. എല്ലാം പുതിയതാണ്, നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്തു, വിജയിച്ചു. ആ വിജയിച്ചത് അതേ ഫോർമാറ്റ്, അതേ കഥ, അതേ തിരക്കഥയിൽ രണ്ടാമത് വരുമ്പോൾ ഇതെന്തിനാണ് ഇത് മറ്റേ സിനിമയല്ലെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വിജയ ശതമാനം ഇങ്ങനെയല്ല. ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയ ശതമാനം 10% വിജയമുള്ളൂ. 90% പരാജയ സാധ്യതകളും 10% വിജയ സാധ്യതകളും മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പോൾ ഓരോ കഥയും ഓരോ സിനിമയും നമുക്ക് ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇല്ല. ഒരു പ്രാവശ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വീണ്ടും അതുപോലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ സിനിമ. അതൊരു വേറൊരു ഒരു ക്രാഫ്റ്റ് അല്ല. ടെക്നിക്കലി എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷേ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പുതിയതാണ്. അതിനകത്തുള്ള കഥാസന്ദർഭങ്ങൾ, അതിൻ്റെ ഒരു ഗ്രാഫ് എല്ലാം വേറെയാണ്. അതുകൊണ്ട് എല്ലാ സിനിമകളും പരീക്ഷണങ്ങൾ തന്നെയാണ്. എൻ്റെ എല്ലാ സിനിമകളും പരീക്ഷണങ്ങളാണ്. ഈ സിനിമയും പരീക്ഷണമാണ്. കാരണം ആൾക്കാർക്ക് ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂട്ടമായിരുന്ന് രസിക്കാൻ വേണ്ടിയിട്ടും ചിരിക്കാൻ വേണ്ടിയിട്ടും
ഒക്കെ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ്. അതല്ലാതെ ഇതൊരു ഫിലോസഫിക്കൽ സിനിമയോ ഒരു ഇൻ്റലക്ച്വൽ സിനിമയോ ദുർഗ്രാഹ്യമായ സിനിമയോ ഒന്നുമല്ല. ഇത് ആളുകൾക്ക് കണ്ട് രസിക്കാൻ വേണമെങ്കിൽ രസിക്കാം, ചിരിക്കാം, വിമർശിക്കാം, ചർച്ച ചെയ്യാം, അതിനൊക്കെ സാധ്യതകളുള്ള സിനിമയാണ്. സാർ ഇത്രയും കൊമേഴ്സ്യലാണ്. ഇത്രയും ഒരു എളുപ്പം ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കുറേ അധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് അതിനെ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? എല്ലാ സിനിമയെക്കുറിച്ചും ഞാൻ റിസർച്ച് ചെയ്യാതെ, കാരണം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ സംവിധായകൻ ഒരു സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ചോദിക്കും, ഞാൻ ഇങ്ങനെ തന്നെയാണോ പെർഫോം ചെയ്യേണ്ടത്? ഈ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ ഈ കഥാപാത്രം ഡയലോഗ് പറയാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടോ എന്ന് പലതരം ചോദ്യങ്ങൾ ഈ സെറ്റിലുള്ള ആർട്ട് ഡയറക്ടർ നമ്മളോട് ചോദിക്കും. ഈ ആർട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൃത്യമാണോ, കറക്റ്റാണോ? ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ആക്ടേഴ്സ്, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാ സമയത്തും എല്ലാ ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസും നമ്മളോട് ചോദിക്കും, ഇതിങ്ങനെയാണോ, ഇതിങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ അതങ്ങനെയാണ്, അതങ്ങനെ വേണ്ട, യെസ് ഓർ നോ ഒരു സംവിധായകൻ പറയണം. അത് തെറ്റായാലും ശരിയായാലും ആ യെസ് ഓർ നോ പറയണമെങ്കിൽ മിനിമം നമുക്കൊരു ധാരണ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ യെസ്സും നോയും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഈ സിനിമയെല്ലാം ഞാൻ എന്ത് സിനിമയെക്കുറിച്ച് ചെയ്താലും ആ പഠനമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊത്തം എൻ്റെ ഇമാജിനേഷനിലുള്ള കാര്യമായി. ആ ഇമാജിനേഷനിലുള്ള കഥ പറയുമ്പോഴും ആ ലോജിക് വൈസുള്ള ആൻസേഴ്സ് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. അറിവില്ലാതെ പറ്റില്ല, അറിവ് ശേഖരിക്കാതെ പറ്റില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയൊരു റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മേയറുടെ നേതൃത്വത്തിൽ. ഇനി അധികം വൈകാതെ കൊച്ചിയിലേക്കും ഈ സ്പാ കേന്ദ്രങ്ങളിലേക്ക് റെയ്ഡിന് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചിത്രം അതായത് ബിസിനസ്സിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, മോശം രീതിയിൽ നടത്തുന്നവരുണ്ടാവും, നല്ല രീതിയിൽ നടത്തുന്നവരുണ്ടാവും. ഈ ചിത്രം സ്പാ ഇൻഡസ്ട്രിക്ക് പോസിറ്റീവ് ആവോ അത് നെഗറ്റീവ് ആവോ റിലീസായി കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? ഇതൊരു സിനിമയായിട്ട് മാത്രം കാണേണ്ട ഒന്നാണ്. ഇതൊരു ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമ മാത്രമാണ്. ഇതൊരു ഡോക്യുമെൻ്ററി അല്ല. നിങ്ങൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സ്പായിൽ റെയ്ഡുകൾ അല്ലെങ്കിൽ സ്പായിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കൊച്ചി സ്പാ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന മുഴുവനും റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ എത്രയോ വാർത്തകൾ യൂട്യൂബിൽ കിടക്കുന്നു, എത്രയോ പ്രാവശ്യം വീഡിയോയിൽ വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും പലപ്പോഴായിട്ട് വാർത്തകൾ കൊടുത്തിട്ടുള്ള ഒന്നാണ് സ്പായെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം. സ്പായുടെ ഗ്രേ ഷെയ്ഡ്സിനെ മെൻഷൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞിട്ടില്ലായിരിക്കും, നെഗറ്റീവ്സ് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഇതിനെ ചിരിക്കുമായിരിക്കും. എന്തായാലും യൂട്യൂബിൽ വാർത്തകളിൽ വന്നിട്ടുള്ളത് അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റിൽ സിനിമ ഒരു വലിയ മാധ്യമമായതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നേക്കാം. ഇത് സ്പായെക്കുറിച്ച് മാത്രമല്ല, സൊസൈറ്റിയിലുള്ള മനുഷ്യന്മാരെക്കുറിച്ച്, മനുഷ്യരുടെ ഹിപ്പോക്രസിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, സമൂഹത്തെക്കുറിച്ചേ സംസാരിക്കുന്നുണ്ട്, സ്പായെക്കുറിച്ച് മാത്രമല്ല. പിന്നെ അത്തരത്തിൽ ഒരു സ്പായിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ ഇനി അത് കൊച്ചിയിലേക്ക് റെയ്ഡ് വന്നേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംസാരിക്കേണ്ടത് ഒരുപക്ഷെ ഈ സ്പാ നടത്തുന്ന ആൾക്കാർ കുറച്ചുകൂടി ബെറ്ററായിട്ട് സംസാരിക്കാം. എനിക്കവിടെ സുകേഷ് സ്പാ നടത്തുന്ന ആളാണ്. സുകേഷിന് എന്തെങ്കിലും പറയണമെങ്കിൽ താങ്കൾക്ക് സുകേഷിനോട് ചോദിക്കാം. ഞാൻ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. സുകേഷ് എന്തെങ്കിലും പറയണ്ടത്? എനിക്കവിടെ ഒരു സ്പാ ഓണർ ഇതിനെക്കുറിച്ച് ഇതുവരെ എവിടെയെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സുകേഷിനോട് ചോദിക്കാം. സുകേഷ് എണീറ്റേണ്ടി വരും തോന്നുന്നല്ലേ? ഹലോ സുകേഷ്, ഇതുപോലൊരു ജേർണലിസം സുകേഷ് എന്താ പഠിച്ചത്? ഞാൻ ഓക്കെ, ഇവർക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സ്പാ ഓണർ എന്നത് വിട്ടേക്കൂ, ഒരു സ്പാ ഓണറെ തന്നെ ചിലപ്പോൾ കണ്ടു കാണില്ല. നമ്മളെപ്പോഴും വാർത്തകളിൽ കുറേ ഇങ്ങനെ കേൾക്കുന്നതാണല്ലേ. എൻ്റെ പേര് സുകേഷ്. ഞാൻ 2010 മുതൽ ഇവിടെ എറണാകുളത്തുണ്ട്. ഞാൻ IT മേഖലയിലായിരുന്നു, ബാംഗ്ലൂർ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്, അതേപോലെ തന്നെ ഇവിടെ 2014 മുതൽ ഐ ബീൻ റണ്ണിങ് എ IT സർവീസസ് കമ്പനി കോൾഡ് Pivotal Solutions, and I started SPA in 2019. So I was also a consultant with the United Nations as an online strategy consultant. I have worked in various different fields when it comes to online strategy and communication. So ഞാൻ ആദ്യമായി ഒരു സ്പായിൽ കയറുന്നത്
ഞാൻ 2010 ഞാൻ ഇന്ന് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാം. ബാംഗ്ലൂരിൽ നിന്ന് ടെക്നോ പാർക്കിലേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് 2010 എനിക്കൊരു ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതായത് 5-6 മണിക്കൂറുണ്ട്. അവരെനിക്കൊരു വേറെ ടിക്കറ്റൊക്കെ തന്നു. ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കണം, എന്ത് ചെയ്യും ഈ സമയം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു സ്പാ ഉണ്ട്, O2 സ്പാ ആണ്. ഇന്ന് ആ ബ്രാൻഡിൽ നിന്നില്ല, വേറൊരു ബ്രാൻഡിലാണ് അവർ. അപ്പോൾ ഞാൻ മടിച്ച് പേടിയോടെ, കാര്യം നമ്മൾക്ക് അന്ന് ഞാൻ ഇൻകമൊക്കെ വളരെ പ്രശ്നത്തിലാണ്, ക്രെഡിറ്റ് കാർഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മടിച്ച് ഞാൻ ആ സ്പായിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചു, മെനു ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ ഫുഡ് മസാജ്, ഹെഡ് മസാജ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് മസാജ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കുഴമ്പൊക്കെ കാലിൽ തേച്ച് കൊടുക്കുക, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ തേച്ച് കൊടുത്തതല്ലാണ്ട് എനിക്ക് ഈ പരിപാടി ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫുഡ് മസാജ് ആവാം, മെനു നോക്കി ഫുഡ് മസാജ് ആവാം. ആൻഡ് ആ മൂമെൻറ്റ് ആക്ച്വലി ചേഞ്ച് മൈ ലൈഫ്. അതായത് എൻ്റെ സ്പായിൽ ഞാൻ പറഞ്ഞത് എവ്രി വൺ ഡിസേർവ്സ് എ ഗുഡ് മസാജ് എന്നാണ്. ദ മൂമെൻറ്റ് ദാറ്റ് ആ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ് ടച്ച് ചെയ്യുന്ന മുതൽ ആ ഒരു 45 മിനിറ്റ്സ് ഐ വാസ് ലിറ്ററലി സ്ലീപ്പിംഗ്. അന്നാണ് ഞാൻ ആക്ച്വലി സ്പാ എന്താണെന്ന്, ആക്ച്വലി എന്താണ് ഒരു എക്സ്പീരിയൻസ് എവരി വൺ ഷുഡ് ഗെറ്റ് എന്നുള്ളത് ഞാൻ അന്നാണ് കാണുന്നത്. ആൻഡ് ദെൻ ഞാനിങ്ങനെ വലിയ സിറ്റീസിലൊക്കെ പോകും, ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളാണ്. വലിയ സിറ്റീസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ നല്ല സ്പാ ഇത് നോക്കി ഐ യൂസ് ടു ഗോ ദേ. ആൻഡ് അങ്ങനെ 2019 അന്ന് നിങ്ങൾ ഈ കാണുന്ന വെടിയും പുകയൊന്നും ഇല്ല കേട്ടോ. 2019 ഞാൻ എന്താ പറയുക, എൻ്റേതായ സ്പാ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോട്ടോൺ ഡേ സ്പാ എന്നാണ് പേര്. കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ 1 പ്രൊഫഷണൽ ഡേ സ്പാ ബ്രാൻഡാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. ആൻഡ് ഓൾസോ വി ഹാവ് 4 ബ്രാഞ്ചസ്. ഗ്രാൻഡ് മാളിലുണ്ട് എടപ്പള്ളി, അതുപോലെ തന്നെ MG റോഡ് സെൻട്രൽ സ്ക്വയർ മാളിലുണ്ട്, തോപ്പുംപടി ഉണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്. ആൻഡ് വി ഹാവ് പ്ലാൻസ് ടു സ്പ്രെഡ് അക്രോസ് സൗത്ത് ഇന്ത്യ ആൻഡ് ഇന്ത്യ. ഈ O2 ഒക്കെ നിങ്ങൾ കേട്ടില്ലേ, അതുപോലൊരു വലിയൊരു ബ്രാൻഡായി മാറണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഈ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഈ ഒരു എന്താ പറയുക, പോലീസോ അല്ലെങ്കിൽ മറ്റു കാര്യമില്ല അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്പാ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ റിസർച്ച് ചെയ്യാൻ. സുകേഷ് ഇവർ ചോദിച്ചത് സ്പാ സിനിമ ഇറങ്ങുന്നു, ഇതിനകത്ത് ഗ്രേ ഷെയ്ഡ്സ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺപ്രൊഫഷണൽ ആയിട്ടുള്ള, എൻ്റെ സ്പാ കുറച്ച് അൺപ്രൊഫഷണലാണ്. പ്രൊഫഷണൽ ഇദ്ദേഹം നടത്തുന്നത് പ്രൊഫഷണൽ സ്പായാണ്. നമ്മുടെ സിനിമയിലുള്ളത് കുറച്ച് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള സ്പായാണ്. അത്തരത്തിലുള്ള സ്പായെക്കുറിച്ച് സിനിമ വരുമ്പോൾ ഇത് സ്പായെ ജനറലൈസ് ചെയ്ത ആളുകൾ കാണുകയും ഇത് ഇത്തരത്തിലുള്ള റെയ്ഡ് വരാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിങ്ങൾ പൊതുവേ ഇപ്പോൾ നടക്കുന്ന തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, സ്പാ പൂട്ടപ്പെടുന്നു, അത്തരത്തിലുള്ള ഈ ആക്ഷൻസ് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ശരിയ തെറ്റുകളെക്കുറിച്ച് എന്താണ് പറയുന്നുള്ളതായിരിക്കും അദ്ദേഹം ചോദിച്ചത് അല്ലേ? അതെ ഓക്കെ, അത് ഫണ്ടമെൻ്റലി ഞാൻ പറയും, ഒരു സമൂഹത്തിന് ആ സമൂഹം ഇങ്ങനെയൊക്കെ നിലനിന്നുമ്പോൾ ആ സമൂഹത്തിന് അതിൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ടാവും എല്ലാത്തിനെ പറ്റിയും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ മേയറൊക്കെ വളരെ നല്ല ആളാണ്, നല്ല ഉദ്ദേശത്തോടെയാണ് അവരൊക്കെ പറയുന്നത്. എല്ലാവർക്കും നല്ല ഉദ്ദേശങ്ങളാണ്. എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ തന്നെ ഈ ഫീൽഡിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണല്ലോ നമ്മൾ പത്രവാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സർക്കാർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മളെപ്പോലെ നടത്തുന്ന 1-2 ഒരുപാട് നന്നായി പ്രൊഫഷണലായി ട്രെയിൻഡ് സ്റ്റാഫിനെ കൊണ്ടും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നടത്തുന്ന ഇഷ്ടംപോലെ സ്പാകളുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിൽ ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സമൂഹം അതാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആവശ്യമാണ്. ആൻഡ് അതിൽ നമ്മളെപ്പോലുള്ളവരെയും കൂടി സർക്കാർ വിളിക്കുകയും ചർച്ച ചെയ്യുകയും എന്താണ് ഇതിൽ നമ്മുടെ ഭാഗത്തുള്ള പറയാനും കൂടി കേട്ട് കഴിഞ്ഞാൽ മേ ബി എന്താ പറയുക, അത് നല്ലതായിരിക്കും. എത്തരത്തിലുള്ള അതുപോലെ ഇടപെടലിൽ സാധ്യം ചെയ്യണമെന്നാണ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ അബിഡ് സാറിൻ്റെ പ്രീവിയസ് മൂവി ഉണ്ടല്ലോ, ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു, അത് പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ടാണ് ചിത്രീകരിച്ചത്. ഇപ്പോൾ ഈ സ്പായുടെ ചിത്രീകരിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് അത് ബാഡാവോ നെഗറ്റീവ് ആവുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികൾ എഴുതുന്നുണ്ട് അത് സെക്സ് സർവീസ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നൊരു സെൻറ്റർ എന്നുള്ളൊരു വ്യാഖ്യാനം ഉണ്ട്. അതാണ് ഇപ്പോൾ കമൻറ്റുകളായിട്ട് ഇങ്ങനെ വരുന്നത്. അതൊരു പക്ഷേ ഈ പടം കറക്റ്റ് റൈറ്റ് ടൈമിലാണ് വരുന്നത്. ഞാൻ ഷൈൻ ചേട്ടനുമായിട്ട് ഈ പടത്തിൻ്റെ ആലോചന ഘട്ടത്തിൽ തന്നെ പുള്ളി റിസർച്ചിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ബന്ധപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഇതിനോട് പുള്ളിയായിട്ട് സംസാരിച്ചതിന് എനിക്ക് മനസ്സിലായത്
ഇത് എബ്രിഡ് ഷൈൻ്റെ സ്പായാണ്, ഒരിക്കലും എൻ്റെ സ്പായോ മറ്റൊരു സ്പായല്ല. ഇത് എബ്രിഡ് ഷൈൻ്റെ സ്പായാണ്. അത് കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. എബ്രിഡ് ഷൈൻ്റെ സ്പാ എങ്ങനെ ഉണ്ടാവും. ഞാൻ ഇത് ഡാറ്റ കളക്ഷൻ പല സ്ഥലത്ത് നിന്ന് എടുക്കുകയും പിന്നീട് നമ്മൾ ഇമാജിനേഷനിൽ എൻ്റെ സ്പാ ജനറലൈസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ സിനിമ അത് അതെ 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 അത് കുറച്ചൊരു ഇമാജിനേഷനോ ഫിക്ഷനോ ഒക്കെ ആയിരിക്കാം. ബാക്കി കാര്യങ്ങൾ ഒക്കെ ഈ പറയുന്നത് സാങ്കല്പികമാണെന്നോ ഈ കഥയും ഈ കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്നൊരു ടാഗ് ഞാൻ എൻ്റെ മുന്നിൽ വയ്ക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു നല്ല സ്പായിൽ പോകാത്തതുകൊണ്ടാണ് ഈ ചിന്തയെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു സിനിമയാണ് എന്ന് നിങ്ങൾ അടിവരയിട്ട് ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കണം. അല്ലെങ്കിൽ പോലീസ് സ്പാ എന്ന് കണ്ട് തിയേറ്ററിൽ റെയ്ഡ് നടത്തുമോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പം നിങ്ങൾ ഇത് ചിത്രമാണ്, ഇങ്ങനെ സിനിമയുണ്ട് എന്ന് നിങ്ങൾ പറയണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു.